അപ്പോൾ ഞാൻ ഇന്നൊരാളെ പരിചയപ്പെടുക. ഇത് എൻ്റെ സഹോദരനാണ്, എൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മകനാണ് ഡോക്ടർ അഭിലാഷ് അശോക്. അപ്പോൾ ഇപ്പോൾ നെതർലാൻഡ്സ് സിറ്റിസൺ അല്ലേ? ആ, സത്യം പറഞ്ഞാൽ ഒരു 5-8 കൊല്ലമായിട്ട് നെതർലാൻഡ്സിൽ 9 വർഷത്തോളം നെതർലാൻഡ്സിൽ താമസിക്കുകയാണ്, അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അഭിലാഷ്? ഞാൻ വർക്ക് ചെയ്യുന്നത് നെതർലാൻഡ്സിൽ വെൽഡോണിലുള്ള ഒരു ASML എന്ന കമ്പനിയാണ്. ASML എന്ന് പറയുന്നത് ഒരു ഫോട്ടോ ലിത്തോഗ്രാഫി മെഷീൻസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഫോട്ടോ ലിത്തോഗ്രാഫി മെഷീൻസ്. ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പം വിസിബിൾ ലൈറ്റ് അല്ല, നമ്മൾ കാണുന്ന ലൈറ്റ് അല്ല, ഇപ്പം UV ലൈറ്റ്, എക്സ്ട്രീം UV ലൈറ്റ് ഒക്കെ ഉപയോഗിച്ചാണ് നമ്മുടെ മെഷീൻ വർക്ക് ചെയ്യുന്നത്. ആ ഒരു മെഷീൻ നമ്മൾ മാത്രമേ സപ്ലൈ ചെയ്യുന്നു. ലോകത്തിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. യെസ്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു മെഷീൻ ഉണ്ടാക്കാനുള്ള മെഷീനും അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫോട്ടോ ലിത്തോഗ്രാഫി മെഷീൻ വെച്ചിട്ടാണ് ചിപ്പുകൾ ഉണ്ടാക്കുന്നത്. ആ ചിപ്പുകൾ നിത്യ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിലും ലാപ്ടോപ്പിലും ടാബിലും ഒക്കെ ഉള്ള ഓരോ ചിപ്പുകളും അതുണ്ടാക്കുന്ന മെഷീൻ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ASML. ഇപ്പോൾ ലോകത്തിൽ ഈ കമ്പ്യൂട്ടറിലേക്കും മൊബൈൽ ഫോണിലേക്കും അതുപോലെ ടാബ്ലറ്റിലേക്കും ഒക്കെ വേണ്ടുന്ന കംപ്ലീറ്റ് ചിപ്പുകൾ ലോകത്തിൽ ഉണ്ടാക്കുന്ന ഒരേ ഒരു കമ്പനിയാണ് അഡ്വാൻസ്ഡ് ചിപ്സ്. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീൻ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചിപ്പുകളൊക്കെ തന്നെ ഇങ്ങനെ ചെറുതായി വരികയാണ്. അപ്പോൾ അതിൽ വലിയ രീതിയിൽ ഡാറ്റകൾ ഉണ്ടാവുമല്ലോ അല്ലേ? അതെ അതെ. പണ്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ പണ്ട് നമ്മൾക്ക് വലിയൊരു ഹാർഡ് ഡിസ്കിൽ ഇത്രയും സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ, ഒരു 1 TB അല്ലെ 512 MB. അത് ഇത്ര വലുതായിരുന്നു അല്ലേ പണ്ടത്തെ ഹാർഡ് ഡിസ്കുകൾ. ഇപ്പോൾ ചെറിയ സ്റ്റിക്കിൽ പോലും 1 TB ഉള്ള സ്റ്റിക്ക് ഇറങ്ങുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇത്ര വലിയ ഒരു ചിപ്പുകളിൽ മൾട്ടിപ്പിൾ ചിപ്സ് ഉണ്ടായിരുന്നു. ഇപ്പം പ്രോബബ്ലി ഓൺലി 1 ചിപ്പ്, സിംഗിൾ ചിപ്പിൽ ഇത്രയും ട്രാൻസിസ്റ്ററുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെയ്യണമെങ്കിൽ മെഷീൻ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഓരോ വർഷവും. നമ്മുടെ കമ്പനി ആണ് ഈ ചിപ്പുകൾ ഉണ്ടാക്കാനുള്ള മെഷീൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ കമ്പനി ചിപ്പുകൾ ആസ് സച്ച് ഉണ്ടാക്കുന്നില്ല, പക്ഷെ നമ്മൾ ഈ മെഷീൻ ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനികളായിട്ടുള്ള ഇന്റൽ, TSMC അങ്ങനെയുള്ള വലിയ വലിയ കമ്പനികൾ നമ്മുടെ കസ്റ്റമേഴ്സാണ് അവർക്ക് സെല് ചെയ്യും. അവർ ഫാബിൽ ഒരുപാട് ചിപ്പുകൾ ഉണ്ടാക്കും, എന്നിട്ട് കസ്റ്റമറിലേക്ക് അത്. അപ്പോൾ ഈ ആപ്പിൾ, മാക്കിൻടോഷ് എന്നൊക്കെ പറഞ്ഞ കമ്പനികൾക്കും അവർക്കും മെഷീൻസ് ആവശ്യമാണ്. അവർക്കും ഉണ്ടാക്കുന്നത് നിങ്ങളല്ലേ? നമുക്ക് ആപ്പിളായിട്ടും, അതായത് സാംസങ് ആണെങ്കിലും ഇന്റൽ ആണെങ്കിലും TSMC അങ്ങനെ കുറെ കമ്പനികളുണ്ട്. അവർക്കൊക്കെ സപ്ലൈ ചെയ്യുന്നത് നമ്മളാണ്. അവരാണ് നമ്മുടെ കസ്റ്റമേഴ്സ്. അവരുടെ ഡിമാൻഡ്സിനനുസരിച്ചിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. സത്യത്തിലൊരു മെഷീൻ ഏകദേശം എത്ര വലുപ്പം ഉണ്ടാവും നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു ചിപ്പ് ഉണ്ടാക്കുന്ന മെഷീൻ ഏകദേശം? EUV മെഷീൻ വളരെ വലുതാണ്. അതായത് ഇപ്പോൾ ഒരു ലിവിങ് സ്പേസ്, ഒരു വീട്ടിൽ ലിവിങ് സ്പേസിൽ അത്രയും നീളമുണ്ട്. അത് വെറുതെ ഒരു ലിവിങ് സ്പേസിൽ ഇട്ടാൽ പോരാ. അതായത് ഒരു കമ്പനീൻ്റെ ഉള്ളിൽ അതിനായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവണം. അതായത് ഹൈ വാക്യൂം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ അത് വെക്കാൻ പാടുള്ളൂ. പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പാടില്ല. അതുകൊണ്ട് തന്നെ ഫാബ്, വലിയ മാനുഫാക്ചറിങ് ഫാബുകളൊക്കെ ഹൈ വാക്യൂം സിസ്റ്റം ആയിരിക്കും. അതിനുള്ളിൽ കയറണമെങ്കിൽ പ്രത്യേകിച്ചുള്ള ഡ്രസ്സൊക്കെ ഇടേണ്ടി വരും. നമ്മുടെ കയ്യിലുള്ള സ്കിന്ന് പോലും അതിനെ കണ്ടാമിനേറ്റ് ചെയ്യും. സ്കിന്നിലെ ചെറിയ സെൽസോ നമ്മൾ കാണാത്ത സെൽസ് ഒക്കെ ഉണ്ടാവില്ലേ, സ്കിൻ സെൽസ്, മുടി, നാരിഴകളൊക്കെ അതിനെ കണ്ടാമിനേറ്റ് ചെയ്യും. അതിന് ഇത് ഉണ്ടാക്കുന്ന ചിപ്പ് ഉണ്ടാക്കുന്ന ഒരു ഫാബ് വളരെ ക്ലീൻ ആയിരിക്കണം, എക്സ്ട്രീം ക്ലീൻ ആയിരിക്കും. അതുകൊണ്ടാണ് വാക്യൂം അറ്റ്മോസ്ഫിയർ. സാധാരണ എയറിൽ ഇത്ര പ്രഷർ ഉണ്ടാവില്ല, മിലി ബാർ. പക്ഷെ വാക്യൂം എന്ന് പറഞ്ഞാൽ എയർ മുഴുവൻ എടുത്ത് മാറ്റി എല്ലാം എന്താ പറയുക കണ്ടാമിനേഷൻ ഒഴിവാക്കിയിട്ട് വളരെ ശുദ്ധിയുള്ള ഒരു സ്പേസ് ആണ്. അവിടെയാണ് വർക്ക് ചെയ്യാൻ ചെല്ലുന്ന പിന്നെ ആളുകൾ തീർച്ചയായിട്ടും ഒരു സ്പേസിലൊക്കെ പോകുന്നത് പോലെയുള്ള പ്രിപ്പറേഷൻ അതേപോലെ തന്നെ വലിയൊരു സെറ്റപ്പിലാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതകരമായത്. ഞാൻ നോക്കാം. അപ്പൊ നമുക്കറിയാം ഒരു മൊബൈൽ ഫോണിലൊക്കെ വളരെ ചെറിയൊരു സിം കാർഡ് അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിപ്പൊക്കെ വളരെ ചെറുതായിരിക്കും. അപ്പോൾ അതിലാണെങ്കിൽ ലക്ഷക്കണക്കിന്
ഡാറ്റകൾ. കോടിക്കണക്കിന് അപ്പൊ എങ്ങനെയായിരിക്കും ഇതിന്റെയൊക്കെ ഒരു വലുപ്പം? നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപരേഖ തരാൻ പറ്റുമോ ഇതിനെ കുറിച്ചിട്ട്? ഇപ്പൊ അതിലെ എന്തായാലും സർക്യൂട്ടുകൾ ഉണ്ടാവണല്ലോ അല്ലെ, പരസ്പരം ബന്ധിച്ചോണ്ട്. അതായത് ട്രാൻസിസ്റ്ററുകളാണ് കുറെ ട്രാൻസിസ്റ്റർ കൂടിയിട്ടാണ് ഒരു ചിപ്പ് ഉണ്ടാവുന്നത്. ഓരോ ട്രാൻസിസ്റ്ററിനും എന്താ പറയുക കണക്ഷൻസ് ഉണ്ടാവും. അതായത് സോഴ്സ് ഡ്രെയിൻ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചത് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ പഠിച്ച PNP ജംഗ്ഷൻസ്, LPN ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അതൊക്കെ ഓരോ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ആണ്. അന്നേരം ചെറുതാവും തോറും നാനോമീറ്റർ സ്കെയിലിൽ പോകും തോറും ഈ കണക്ഷൻസിന്റെ എന്താ പറയാ ഡയമെൻഷൻ, ക്രിട്ടിക്കൽ ഡയമെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തമ്മിലുള്ള അകലം അത് ഇത്രയും ചെറുതാണെങ്കിലേ ഉള്ളൂ ഇത്രയും ചെറിയ ചിപ്സിനുള്ളിൽ ഒരു കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. അന്നേരം ഇതിന്റെ അളവ് എത്രയാന്ന് വെച്ചാല് ഒരു നമ്മളെ ഒരു മുടി 4 എടുക്കുവാണെങ്കിൽ മുടിയുടെ അതിനെ ഒരു ലക്ഷക്കണക്കിന് പീസാക്കി അതിന്റെ എത്ര തിക്നെസ് ഉണ്ടാവും. ഇങ്ങനെ ഇങ്ങനെ ചീന്തി ലക്ഷക്കണക്കിന് ആക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇങ്ങനെയല്ലേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ക്രോസ് സെക്ഷൻ കട്ട് ചെയ്യാൻ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെ പിരിഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനെ അത്രയും ലക്ഷക്കണക്കിന് ചെറുതാക്കി കളഞ്ഞ ഒരു ലക്ഷത്തിലൊന്ന് അത്രയായിരിക്കും, നമുക്ക് കാണാൻ പറ്റില്ല. അത്രയും ചെറുതായിരിക്കും. അതിൽ തന്നെ കോടിക്കണക്കിന് സാധനങ്ങൾ സർക്യൂട്ട് ചെയ്യിപ്പിക്കും. അത്ര സൈസ് ആയിരിക്കും ഓരോ എലമെന്റിനും ഈ ട്രാൻസിസ്റ്ററിനുള്ളിൽ. അതിന് അത് ഉണ്ടാവണമെങ്കിൽ ഒരു വളരെ നല്ല ഒരു മെട്രോളജി സിസ്റ്റം വേണം. ആ സിസ്റ്റം മെട്രോളജി എന്ന് വെച്ചാൽ നമ്മൾ അളക്കുന്ന ഒരു നമ്മുടെ മീറ്റർ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റില്ല. അതിന് മെട്രോളജി എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ മെട്രോളജി ആണ്. അവിടെയാണ് ഒരു ബ്രാഞ്ച് ഓഫ് ആളുകൾ വർക്ക് ചെയ്യുന്നത് ഈ കമ്പനിയിൽ. വേറൊരു ബ്രാഞ്ച് ഓഫ് ആളുകൾ ഇത്രയും ചെറുത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ചെറിയ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് വേണം. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രീം ആയിട്ടുള്ള UV ലൈറ്റ് എടുക്കുന്നത്. UV എന്ന് വെച്ചാൽ അൾട്രാവയലറ്റ്. സാധാരണ വിസിബിൾ ലൈറ്റിന് ഒരു 500-600 ആ റേഞ്ച് അല്ലെ 1000 നാനോമീറ്റർ വരെ മാക്സിമം പോകുള്ളൂ. അന്നേരം അത്രയും വലിയ നാനോമീറ്റർ ഉള്ള സാധനം കൊണ്ട് ഇത്രയും ചെറിയ സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. 1 നാനോമീറ്റർ ഉള്ള ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാക്കാൻ പറ്റില്ല ട്രാൻസിസ്റ്ററിൽ. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രീം UV ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ചെറിയ ഇതിന്റെ വേവ് ലെങ്ത് പറഞ്ഞാൽ അറൗണ്ട് എന്താ പറയാ ഇത്രയും ചെറിയ നാനോമീറ്ററിന് എടുത്താണ് ഉണ്ടാക്കുന്നത്. ഒരു സിലിക്കൺ വേഫറിലാണ്. ആ വേഫറിന് മുകളിലാണ് ചിപ്പുകൾ ഉണ്ടാക്കാറ്. അതെല്ലാവരും പറയുന്ന കാര്യം. അന്നേരം അതില് ഈ ഓരോ ചിപ്പും ഒരു വലിയൊരു വേഫറിൽ ചിലപ്പോൾ ഒരു ചെറിയ 1 ഇഞ്ച് സൈസിലോ അല്ല 1/2 ഇഞ്ച് സൈസിലോ ചെറിയ കട്ടകൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു 100-200 എണ്ണം ഉണ്ടാവും അല്ലെ. 100 ഫീൽഡ് പൊസിഷൻസ് ഉണ്ടാവും. ആ ഓരോന്നിലും നമ്മൾ മൾട്ടി ലെയർ ആയിട്ട് ഒരു 60-70-80-100 ലെയറോളം നമ്മളിങ്ങനെ മുകളിലും എന്താ പറയാ ഒരു ബിൽഡിംഗ് കെട്ടുന്ന പോലെ ട്രാൻസിസ്റ്റർ. തിക്നെസ് വളരെ ചെറുതാണ്. അതും ചിലപ്പോ നമ്മള് ഈ ഒരു ഇതിന്റെ ബോഡി നേരെ തിക്നെസ് പോലും ഉണ്ടാവില്ല. പക്ഷെ നാനോ സ്കെയിലില് ഒരു 100 ലെയർ ആയാലും അത്രയാവില്ല. മനസ്സിലായോ? നമുക്ക് കാണില്ല. നമുക്ക് കാണുന്ന ഒരു നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സിലിക്കൺ അതിന്റെ മുകളിൽ ചിപ്പ്. നമ്മുടെ മെഷീനിൽ ലൈറ്റ് അടിക്കുന്ന നേരം അത്രയും ചെറിയ ഫീച്ചർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ചെറിയ വേവ് ലെങ്ത് വേണം. അതുകൊണ്ടാണ് എക്സ്ട്രീം UV ലൈറ്റ് ഉപയോഗിക്കുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീൻ ഉണ്ടാക്കി പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് അത് റിനോവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ഓരോ റിക്വയർമെന്റ്സിനനുസരിച്ച് നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് പല പരീക്ഷണങ്ങളൊക്കെ നടത്തേണ്ടി വരും അല്ലേ? നമ്മളൊക്കെ അടുത്തൊരു 20 വർഷത്തേക്കുള്ള പ്ലാനുകളാണ് നമ്മുടെ വർക്കിലുണ്ടാവുക. ചിലപ്പോൾ പല ആളുകളും പല റിസർച്ചിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ടാവും, ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, സെയിൽസിലും കസ്റ്റമർ സപ്പോർട്ടിലും ഉണ്ടാവും. കസ്റ്റമർ സപ്പോർട്ടിലും സെയിൽസിലുള്ള ആളുകൾ റിസർച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ കസ്റ്റമറായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് അവർക്ക് പ്രോബ്ലം സോൾവ് ചെയ്യും ഉള്ള മെഷീൻ. അടുത്ത കാറ്റഗറി ഓഫ് ആളുകൾ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത കൊല്ലം അല്ലെ 2 വർഷത്തിൽ ഇറങ്ങുന്ന ഒരു മെഷീന് വേണ്ടി വർക്ക് ചെയ്യും. റിസർച്ചിലുള്ള ആൾക്കാർ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഈ മെഷീൻ എന്തൊക്കെ മാറ്റം വരുത്താം, എത്ര മാറ്റം വരുത്തിയാൽ ഇത് 1 കോടി ട്രാൻസിസ്റ്ററുകൾ ഒരു 10 കോടിയാക്കി മാറ്റാം ഈ ചെറിയ സെയിം സൈസിൽ ഉള്ളതാണ്.
അല്ല, ഈ ഇന്നോവലുള്ള ഈ ASML കമ്പനിയിൽ ഏകദേശം എത്ര സ്റ്റാഫ് ഉണ്ടാവും? മൊത്തം വേൾഡ് വൈഡ് 45,000 പേര് പല രാജ്യങ്ങളിലും ഇതിന്റെ ബ്രാഞ്ച് യുഎസിലും ഉണ്ടല്ലേ? ഇന്ത്യയിലില്ല, മറ്റു സ്ഥലങ്ങളുള്ള തായ്വാൻ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിലും ജർമ്മനിയിലുണ്ട്, UK യിലുണ്ട് കുറച്ച് ബ്രാഞ്ച്. പക്ഷെ വെൽദോവനിലാണ്, വെൽദോവൻ ആ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്. ഓൾമോസ്റ്റ് ഒരു പകുതി ആൾക്കാർ 25,000 പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആഴ്ചയ്ക്ക്. 20,000 പേര്. ഏത് സെക്ഷനിലാണ് ഇപ്പോൾ ഡോക്ടർ അഭിലാഷ് വർക്ക് ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ മെട്രോളജി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് ഈ വലിയ മെഷീൻ എന്ന് പറഞ്ഞത് UV വെച്ചിട്ടുണ്ടാക്കുന്ന ഫോട്ടോലിത്തോഗ്രാഫി മെഷീനാണ്. എല്ലാ സ്ഥലത്തും കാണാൻ കൂടുതൽ വായിച്ചറിയണമെങ്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഉണ്ട്. അതിന് പുറമെ ഈ മെഷീനിന് പല പല ഘടകങ്ങളുണ്ട്. അതായത് ഒരു വേപ്പർ വെക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന സമയത്ത് അത് കറക്റ്റ് പൊസിഷനിലായിരിക്കണം. നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പഠിക്കുന്നുണ്ട്. പിന്നെ അതിനടുത്ത് അതല്ലാതെ മറ്റു മെഷീനുകളിൽ ഒന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തെറ്റിപ്പോകാൻ പാടില്ലല്ലോ. വീട് ട്രാൻസിസ്റ്ററിന്റെ ഒരു ലൈൻ ഇവിടെ വെക്കും, വേറൊരു ലൈൻ അതിന്റെ മുകളിൽ തന്നെ വരണ്ടേ, അല്ലെങ്കിൽ അത് മിസ്മാച്ച് ആയി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ സർക്യൂട്ട് കട്ടായി പോയില്ലേ. അങ്ങനത്തെ ഒരു പ്രോബ്ലം ജനറലി ഉണ്ടാവില്ല. അതൊരു വീട് വെക്കുന്നവരെ ഉണ്ടാക്കുന്ന അതേ സൂക്ഷ്മതയോടുകൂടി ഇത്രയും നാനോ സ്കെയിലിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മളൊരു സെപ്പറേറ്റ് ടൂളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇത് തെറ്റിപ്പോകാൻ പാടില്ല. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന്റെ അലൈൻമെന്റ് തെറ്റാൻ പാടില്ല. അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്നത് ഒരു ഒപ്റ്റിക്കൽ മെട്രോളജി ടൂൾ വെച്ചിട്ടാണ്. ആ ടൂള് ഡെവലപ്പ് ചെയ്യാനും അതിന്റെ പുതിയ വേർഷൻസ് ഇറക്കാനും അതിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും വേണ്ടിയാണ് ഞാൻ റിസർച്ച് ചെയ്യുന്നുണ്ട്. അവിടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മെഷീന് ഏകദേശം എത്ര പൈസ ചോദിക്കാം? UV മെഷീന് നല്ല വിലയുണ്ടെന്നാണ് ഞാനും അറിയപ്പെടുന്നത്. ഞാൻ ഡയറക്റ്റ് കൗണ്ട് എനിക്കും അറിയില്ല. പക്ഷെ ഒബിയസ്ലി ASML പ്രൊവൈഡ് ചെയ്തിട്ടുള്ള യൂട്യൂബ് ചില ചാനൽസിലൊക്കെ കാണുന്ന സമയത്ത് $400 million ഒക്കെയാണ് പറയുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് 300 കോടിയുടെ ഒക്കെ അടുത്ത് വില വരും ഒരു മെഷീൻ. എന്നാലും അത്രയും വിലയുള്ള സാധനം എന്തിനാ വെക്കുന്നത് വെച്ചാൽ അത്രയും ആളുകൾ ഈ ലാപ്ടോപ്പും മൊബൈലുകളും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് ലൈനിൽ വളരെ വലിയൊരു സാധ്യത കൂടുതലാതെ കുറയുന്നില്ലല്ലോ അല്ലേ? ഇല്ല. ഇനിയിപ്പോ